ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു റുവാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. ആറ്റത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെ, ആറ്റം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ആറ്റത്തിൻ്റെ ഡിസ്കവറി ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യാം, ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാം. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ മോളിക്യൂൾ? നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് എ മോളിക്യൂൾ? അതിനുത്തരം നോക്കൂ. മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. അതിനു മുമ്പേ ഒരു കാര്യം പറയാം. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എൻ ആറ്റം? എന്താണ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്ററിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ബേസിക്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ആറ്റം എന്ന് പറയുന്നത് അല്ലേ. ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും മുറിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏതൊരു വസ്തുവായാലും, ഈ ഭൂമിയിലെ ഏതൊരു വസ്തുവായാലും ആ വസ്തുവിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ദ മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ആറ്റംസ്. ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. കാരണം എന്താ, ആറ്റംസ് നമുക്ക് ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ഫോം ചെയ്യും, മോളിക്യൂൾസുകളായി ഫോം ചെയ്യും. ഇനി മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പം നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുത്താലും ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. അത് ഭൂമിയിൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായി, മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. രണ്ടാമത്തെ ചോദ്യം, what are the constituents of an atom? ഒരു ആറ്റത്തിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഒരാറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഒരാറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും വിളിക്കുന്ന പേരെന്താണ്, സബ് അറ്റോമിക് പാർട്ടിക്കിൾ. എന്താ വിളിക്കുന്നത്, സബ് അറ്റോമിക് പാർട്ടിക്കിൾ. അപ്പോൾ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ആൻ ആറ്റം, അല്ലെങ്കിൽ വാട്ട് ആർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കോൾഡ് ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയാം ഇല്ലേ. ഇതാണ് നമ്മളുടെ ആറ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി അടുത്തത്, ഇനി ആറ്റത്തിന് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവരുടെയൊക്കെ ഡിസ്കവറി എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കണം. ഒന്നാമത്തത്, വാട്ട് ആർ കാഥോഡ് റേസ്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ കാഥോഡ് റേസ്? നമ്മളുടെ ഇലക്ട്രോണിൻ്റെ റേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാഥോഡ് റേസ് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച ആരാണെന്നറിയോ, 1875 വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്തെടുത്തു, ആദ്യം ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ആ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. അതിൻ്റെ 2 സൈഡിലുമായിട്ട് എന്ത് ഫിക്സ് ചെയ്തു, ഒരു മെറ്റൽ പ്ലേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് ഇതിനകത്ത് എന്ത് കൊടുത്തു, ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഈ അകത്തിരിക്കുന്ന ഈ ഗ്ലാസ് ട്യൂബിനെ അദ്ദേഹം ആദ്യം എയർ കൊണ്ടായിരുന്നു കൊടുത്തിരുന്നത്. എയർ ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല, അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടന്നില്ല. പക്ഷേ ബട്ട് വെൻ ദ ട്യൂബ് വാസ് ഇവാക്യുവേറ്റഡ്, ട്യൂബിനെ ഇവാക്യുവേറ്റ് ചെയ്ത സമയത്ത്
ഈ ഗ്ലാസ് ട്യൂബിനെ എന്ത് ചെയ്തു, ഇവാക്വേറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഇതിനകത്തൂടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു ചാർജ് പാസ് ചെയ്യുന്നത് കണ്ടു. അതിനെ എങ്ങനെയായിട്ടാ, ഈ ആനോഡിൽ എന്ത് വെച്ചിരുന്നു, സിങ്ക് സൾഫൈഡ് വെച്ചിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സിങ്ക് സൾഫൈഡ് വെച്ചിരുന്നു. ഈ സിങ്ക് സൾഫൈഡ് ഗ്ലോ ചെയ്തപ്പോഴാണ് എന്ത് മനസ്സിലായത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എന്തോ ഒരു റേസ് ട്രാവൽ ചെയ്ത് എത്തി. അതിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു, കാഥോഡ് റേസ് എന്ന് വിളിച്ചു. പിന്നീട് കാര്യമായിട്ടാണ് എന്ത് ചെയ്തത്, ഇതിനെ ഇലക്ട്രോൺസ് എന്നൊക്കെ കണ്ടുപിടിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കാഥോഡ് റേസിനെ കണ്ടുപിടിച്ചത് ആരാണ്, വില്യം ക്രൂക്സ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചത്. ഒരു വാക്വം ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ്, ഒരു കാഥോഡ്, ഒരു ആനോഡ്, ആനോഡിൻ്റെ പുറകിലായിട്ട് എന്ത് വെച്ചിരിക്കുന്നു, സിങ്ക് സൾഫൈഡ് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു റേസ് പാസ് ചെയ്തു. അതിനെന്തെന്ന് വിളിച്ചു, കാഥോഡ് റേസ് എന്ന് വിളിച്ചു.